കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഷ്റൂമിൻ്റെ വിളവെടുപ്പാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്കതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും, അതായത് മഷ്റൂമിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് നോക്കുകയാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഒരു ഓർഡർ ഉണ്ടായിരുന്നത് 250 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം മാറ്റുകയാണ് കേട്ടോ. വലിയ ഓർഡറിനാണ് ആദ്യം മാറ്റുന്നത്. വലിയ ഓർഡർ ആയതുകൊണ്ടല്ല, അത് ഫസ്റ്റ് പ്ലേസ് ചെയ്ത ഓർഡർ ആയതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ മാറ്റുന്നത്. നമ്മളിത് തൊഴുതിട്ടൊക്കെ കവറിലേക്ക് പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒരുപാട് പാക്കിങ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ കവറിലാണ് നമ്മൾ പാക്കിങ് ചെയ്യുന്നത് കേട്ടോ. ഇല്ല, ബോക്സ് ടൈപ്പിലൊക്കെ ഒരുപാട് പാക്കിങ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അത്രയ്ക്കും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടല്ല കൂൺ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് ബഡ്ജറ്റിലെ നമുക്ക് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. പതിയെ നമുക്കത് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ഞാനിത് കൂണ് മുഴുവനോടെ ഞാൻ ഇട്ട് നോക്കുകയാണ് കേട്ടോ. പക്ഷേ അതിൽ പാക്കിങ് കറക്റ്റ് ആവുന്നില്ല. നമുക്ക് മുഴുവനോടെ കൂണ് വയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ മാറ്റി നോക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെയാണെന്നൊക്കെ ഒരു കൺഫ്യൂഷനാണ്. ബോക്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുഴുക്കനോടെ പാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഫൈനലായിട്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. കൂണിനെ കട്ട് ചെയ്തിട്ട് പാക്കിംഗ് കവറിലേക്ക് മാറ്റാമെന്ന്. കാരണം വലിയ കൂണായതുകൊണ്ട് നമുക്കിത് മാറ്റാൻ പാടാണ് കേട്ടോ. നമ്മുടെ ഓയിസ്റ്റർ ആണെങ്കിൽ ചിപ്പിയുടെ ആകൃതിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പാക്കിങ് എളുപ്പമാണ്. ഇതും എളുപ്പമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ രീതിക്ക് നോക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇറക്കുമ്പോഴത്തേക്കും ഐ ക്യാച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ കവറിനകത്ത് കട്ട് ചെയ്ത് കയറ്റാനേ നിർവാഹമുള്ളൂ കേട്ടോ. ചിലർ ഈ വലിയ കൂണൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ചാടിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് കൂണിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഓർഡർ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ഈ കൂണിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്കൊരു വിശ്വാസക്കുറവുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓർഡർ നമ്മൾ പുറത്ത് കൊടുക്കുമല്ലോ, ഫസ്റ്റ് ഓർഡർ പാക്ക് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഓർഡർ നമ്മൾ പുറത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും അവർ വേറെയും ഓർഡേഴ്സൊക്കെ നമുക്ക് വന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ 1-2 ഓർഡർ ക്യാൻസൽ ചെയ്തു കേട്ടോ. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ ഒരു കൂണ് നമ്മുടെ തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ വളരുന്നില്ലേ, ആ ഒരു കൂണാണ്. ഫസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടമായി, അതുകൊണ്ടാണ് ഓർഡർ തന്നത്. പിന്നീട് വേണ്ടാന്ന് വെച്ചിട്ടാണ് അത് പറഞ്ഞത് കേട്ടോ. കാര്യം ഇതാണ് പറഞ്ഞത്, ഈ ഒരു കൂണ് നമ്മുടെ തെങ്ങിൻ്റെ മൂട്ടിലൊക്കെ നിൽക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ തെങ്ങിൻ്റെ മൂട്ടിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കമ്മിയായിട്ട് പാക്കറ്റ് ഇറക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു കേട്ടോ. നമുക്ക് ഈസിലി അതിൽ നിന്ന് പറിച്ചിട്ട് വന്ന് നമുക്ക് പ്രോഡക്റ്റ് ഇതുപോലെ പാക്ക് ചെയ്ത് അയച്ചാൽ പോരായിരുന്നു. ഇതിപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ റൂമേഴ്സ് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിരി വരുന്നു കേട്ടോ. അറിവില്ലായ്മ ആയിരിക്കാം, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അത്രയ്ക്കും നമ്മുടെ വിപണിയിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നമ്മളിൽ ആരും അങ്ങനെ അധികം വാങ്ങാറില്ല കേട്ടോ. ഞാൻ വാങ്ങാറുണ്ടായിരുന്നു. ഞാൻ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പേ ഞാനതൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ എനിക്ക് ഷുഗറിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് കുറച്ചുകൂടെ പ്രോട്ടീനും ഫൈബറും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ മഷ്റൂംസ് ഉൾപ്പെടുത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പാക്കിങ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ കുഞ്ഞ് തറയിൽ നിന്ന് ഇഴഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെയാണ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഒരു സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ കുറച്ചധികം റിസ്ക് എടുക്കാം. പിന്നെ നമ്മൾ എത്രയൊക്കെ റിസ്ക് എടുത്തിട്ടും കൂണിൻ്റെ കാര്യം, അതായത് നമ്മളെ ചെറു പ്രാണികളൊക്കെ വന്ന് നമ്മുടെ കൂൺ എത്ര നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാലും നമ്മൾ നശിപ്പിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. നമ്മൾ ഉള്ള സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ കുറേ ലോസ് ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര വിഷമമാണ് കേട്ടോ. എൻ്റെ ഒന്നിലധികം ബെഡുകൾ കൂണൊന്നും വരാതെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പാക്കിങ് കാര്യങ്ങളുമാണല്ലോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മൾ സ്റ്റിക്കറൊക്കെ ഇറക്കിയിട്ട് ഇതുപോലൊരു പ്രോഡക്റ്റ് ഇറക്കുമെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ.
നമ്മളെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കാനും ഈ ഒരു ഫീൽഡിലേക്ക് കാലെടുത്ത് വയ്ക്കാനും ഒക്കെ തയ്യാറായത്. ഇതുപോലെ ഫാമിങ് കാര്യങ്ങളും എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര അധികം സന്തോഷമുണ്ട് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. നമുക്ക് 2 കവറും കൂടി പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അത് 100ൻ്റെ 2 പാക്കിംഗ് ആണ്, 250ൻ്റെയാണ് കേട്ടോ ആദ്യത്തെ പാക്കിങ്. അപ്പം നമ്മൾ ഇന്നത്തെ സെയിൽ വന്നിട്ട് 450 രൂപയാണ് കേട്ടോ. കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് നിപ്പുണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ചും കൂടെ എടുത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട് എടുക്കാം. നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ നമുക്കും കൂടി ഒരു ബെനിഫിറ്റ് വേണമല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് നമുക്ക് കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ വന്നിട്ട് 450 രൂപയാണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ 450 രൂപയാണ്. ഇനി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഡേറ്റിൽ നമ്മൾ സ്റ്റിക്കറിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുകയാണ് കേട്ടോ. ഈ ഒരു സെയിൽ കണ്ടിട്ട് ഇനിയുള്ള സെയിൽ ഇതുപോലെ എളുപ്പമൊന്നുമില്ല, അതുപോലെ തന്നെ വിളവ് നമുക്ക് കൂടുതൽ കിട്ടണമെന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് സെയിലിൻ്റെ എമൗണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം കേട്ടോ.